കെ ഉണ്ണികൃഷ്ണനെ മണ്ഡലം മാറ്റി തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കുന്നത് പ്രചാരണ വിഷയമാക്കി UDF. എന്തിന് സിറ്റിംഗ് MLA വൈപ്പിനിൽ നിന്ന് മാറ്റിയെന്ന് CPM പറയണമെന്ന് കെ ബാബുവും UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയ കെ ബാബു തന്റെ പിൻഗാമിയെ വിജയിപ്പിക്കാൻ പ്രചാരണ രംഗത്ത് സജീവമാണ്. തൃപ്പൂണിത്തുറയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ വൈപ്പിനിൽ ഏറ്റുമുട്ടിയ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഇക്കുറി തൃപ്പൂണിത്തുറയിൽ മത്സരത്തിന് വരുന്നത്. UDFന്റെ ദീപക് ജോയ് ഇവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് മണ്ഡലത്തിൽ ആദ്യം എത്തിയപ്പോൾ? കഴിഞ്ഞ 30 വർഷമായി കെ ബാബുവിൻ്റെ വിസ്മയം തീർത്ത മണ്ഡലമാണ്. ആ വിസ്മയം വീണ്ടും തുടരും. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സാധാരണ വമ്പന്മാരെ വീഴ്ത്തുകയും തോറ്റെടുത്ത് ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ബാബുച്ചേട്ടൻ. ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ ദീപക് പെട്ടെന്നൊരു ദിവസം സ്ഥാനാർത്ഥിയായി വന്ന ആളല്ല. അല്ല, ഇതൊരു ഇടതുപക്ഷത്തിന് എപ്പോഴും ഒരു ഒട്ടുറപ്പുള്ളൊരു സ്ഥലമാണല്ലോ. അവിടെ കെ ബാബു ജയിക്കുന്നത് മറ്റു ചില സമവാക്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ. സമവാക്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കും എന്ന് മാത്രമല്ല, ഇവിടുത്തെ വന്നിട്ടുള്ള LDF സ്ഥാനാർത്ഥി മാത്രമാണ് ഒരു ടൈം മാത്രമായുള്ളെങ്കിലും അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ആളുകളുടെ എല്ലാം മനസ്സിലുണ്ട്. എല്ലാവരും അത് ഉന്നയിക്കുന്നുണ്ട്. അവിടെ MLA പോരായിരുന്നു എന്നൊരു ചോദ്യമായിരിക്കും വരുന്നല്ലേ? അവിടെ പല ചോദ്യങ്ങളും ഉണ്ട്. അതൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. കഴിഞ്ഞ തവണ ബാബുച്ചേട്ടൻ മത്സരിച്ച സമയത്ത് ഈ ശബരിമല വിഷയം കത്തി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ശബരിമലയിൽ സർക്കാർ സത്യവാങ്മൂലമൊക്കെ മാറ്റിക്കൊടുത്തു. അത് ഏതെങ്കിലും തരത്തിൽ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഇത്തവണ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തൃപ്പൂണിത്തുറയെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ നിലപാട് ഇപ്പോഴും ഇല്ലല്ലോ. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി അടക്കം BJP പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ വലിയ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലൊക്കെ ഉണ്ടായപ്പോൾ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അത്രയും ഒരു എഡ്ജ് UDFന് ഇല്ല എന്നാണ് പൊതുവിൽ വോട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ മികച്ച ഭൂരിപക്ഷത്തിലാണ് എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും കഴിഞ്ഞ തവണത്തെക്കാട്ടി സീറ്റുകൾ കൂടുതൽ ലഭിച്ചതാണ്. തീർച്ചയായിട്ടും ആ റിഫ്ലക്ഷൻ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ MLA വൈപ്പിനിലെ MLA എന്തുകൊണ്ട് ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതും കൂടി ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. താങ്കളായിരുന്നു കഴിഞ്ഞ തവണ എതിരാളി. തീർച്ചയായിട്ടും ഇത്തവണ എതിരാളി ഞാൻ തന്നെയാണല്ലോ. ഇത്തവണ ഒരു മധുര പ്രതികാരം ഉണ്ടാകുമോ? ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ നല്ല വിജയം കോൺഗ്രസിനും UDFനും നൽകും. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ദീപക് ജോയ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം കെ ബാബുവുമുണ്ട്. കൊച്ചിയിൽ നിന്നും ബിനു പാവമ്പയ്ക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.